അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ PM ശ്രീയെ ന്യായീകരിക്കുന്നതല്ല കേട്ടോ, ഒപ്പിട്ടതിന് ചെയ്യേണ്ടതില്ല. ജലജീവ മിഷൻ എന്തെല്ലാം കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഹരീഷ് വാസ്തവ് എന്നിടത്ത് വായിച്ചു നോക്കൂ. ഒരു കാര്യം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. 82 പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അതിൽ ഒരു പദ്ധതി മാത്രമാണ് PM ശ്രീ. ഈ 81 പദ്ധതികളിൽ MOU ഉണ്ട്. NRHM ആശാ വർക്കേഴ്സിൻ്റെ NRHM MOU ഉണ്ട്. കുടുംബശ്രീ പദ്ധതിക്ക് തരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് തരുന്ന പൈസ MOU ഉണ്ട്. ദീനദല ഉപാധ്യായയുടെ പൈസ അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി MOU ഉണ്ട്. അമൃത് പദ്ധതി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള അമൃത് പദ്ധതി അതിൽ MOU ഉണ്ട്. പിന്നെ PM ഉഷ MOU ഉണ്ട്. നെൽകൃഷിയുടെ കാര്യത്തിൽ MOU ഉണ്ട്. എല്ലാ പദ്ധതികളിലും 81 പദ്ധതികളിലും 82-ൽ ഞാൻ ഇതൊഴിച്ച് പറയുന്ന 81-ലും MOU ഉള്ളതിലെല്ലാം ഇതുപോലത്തെ അണ്ടർസ്റ്റാൻഡിങ് ധാരണകളുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കുന്നില്ല. DPP നമ്മൾ അതുപോലെ നടപ്പിലാക്കിയോ? SSA അതുപോലെ നടപ്പിലാക്കിയോ? RMCA നടപ്പിലാക്കിയോ? ഒന്നും നടപ്പിലാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കരാറാണ്, കരാർ ലംഘിക്കാൻ പറ്റില്ല. പിന്നെ അതിനേക്കാൾ ഇദ്ദേഹം പറഞ്ഞതാണ് ഒരു തമാശ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ 1947 മുതൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പുതിയ നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ, NEP ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, വാട്ടർ പോളിസി ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഒരുപാട് നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നയങ്ങളോട് ജനങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് വെബ്സൈറ്റിലിടുകയോ ചില ചർച്ചകളൊക്കെ നടത്താറുണ്ട്.